നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ സംബന്ധമോ സാമ്പത്തികമായ ബ്ലോക്കേജോ ഏത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും 100% നിങ്ങൾക്കൊരു ഗൈഡൻസും അതിനൊരു പരിഹാരവും അവരിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ഐശ്വര്യത്തെയും സാമ്പത്തിക ഭദ്രതയെയും ഒരു ഇമോഷണലി സാറ്റിസ്ഫാക്ഷനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഏത് ഫീൽഡിലാണോ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റഡ് സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉള്ളവരായി തീരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് സാമ്പത്തികമായിട്ടാവാം, അതല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു പൊസിഷനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സാധാ ഒരു ജീവിത യാത്രയിൽ തന്നെ ആവാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരിക്കൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരാൽ റെസ്പെക്റ്റഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ ഒരവസരം ലഭിക്കുകയോ, ചിലർക്ക് നല്ല രീതിയിലൊക്കെ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനൊക്കെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു വലിയൊരു നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കരിയർ സംബന്ധമായിട്ടൊക്കെ എന്തോ കാര്യങ്ങൾ തുടങ്ങി വെച്ച നിങ്ങൾക്ക് അതിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കൊരു യാത്ര, ഒരു വിദേശ യാത്ര, അല്ലെങ്കിൽ എന്തോ നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ സ്വപ്നങ്ങൾ കാലങ്ങളായി നിങ്ങൾ വെയിറ്റ് ചെയ്ത് എന്തോ ഒരു കാര്യം, അത് കരിയർ സംബന്ധമായിട്ടോ ബിസിനസ് പരമായിട്ടോ കലാപരമായിട്ടോ നിങ്ങളുടേതായ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വളരെ ഒരു നല്ല പോസിറ്റീവായൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ നേടിയെടുക്കണമെന്നെല്ലാം ചിന്തിച്ചിരുന്ന നിങ്ങൾക്ക് ഇനി അത് സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. പാസ്റ്റിലേക്ക് നിങ്ങൾക്ക് പഴയ രീതി, അതായത് ഒരു പഴയ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ആ പഴയ കാര്യത്തെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഊർജ്ജസ്വലവും സക്സസ് ആക്കാൻ പറ്റുമോ അത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു ഭയവുമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ നേടിയെടുക്കാം. നിങ്ങൾക്ക് വളരെ ശക്തിയോടുകൂടി തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്, പ്രാർത്ഥന ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം ചിലപ്പോൾ നിങ്ങളൊരു കൂട്ടു ബിസിനസ് അല്ലെങ്കിൽ ഒരു കുറച്ച് പേര് ചേർന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്നൊരു സാമ്പത്തികമായൊരു നിക്ഷേപമോ അങ്ങനെ എന്തോ ഒരു മറ്റുള്ളവരുടെയും കൂടി ഒരു സപ്പോർട്ടോടു കൂടി ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടമോ അതുപോലെ ഒരു ലോസൊക്കെ സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കൈകളിൽ നിന്നും നിങ്ങളത് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ അവരുടെ മുമ്പ് ചിലപ്പോൾ യാചിച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യം സാമ്പത്തികമായൊരു നഷ്ടത്തെ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ കരിയർ സംബന്ധമായ ഫീൽഡിലും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി, നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പിനകത്തൊരു ബിസിനസ്സോ എന്തോ കാര്യം നിങ്ങൾ ചെയ്തതിൽ നിങ്ങളിൽ നിന്നും ഒരു വ്യക്തി മാറിപ്പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു സാഹചര്യം പോസിറ്റീവ് അല്ലാതെ വന്നപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിനകത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ എത്രത്തോളം പരിശുദ്ധമായിട്ടാണോ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്
അതിന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം ഒരു പ്രതിഫലം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് വരികയാണ്. കാരണം നിങ്ങൾ അതിനകത്ത് ഒരുപാട് ഇമോഷണലി തകർന്നു പോയിരുന്നു. നിങ്ങളുടെ മൈൻഡൊക്കെ ആകെ ഡിപ്രഷൻ മൈൻഡിലും ആൻസൈറ്റി അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ആകെ തകർന്ന് നിന്ന ഒരു സാഹചര്യം. ശരിക്കും നിങ്ങൾക്ക് ഇമോഷണലി മറ്റൊന്നും ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ സ്റ്റക്കായി പോയിരുന്നു. നിങ്ങൾ നല്ല പോലെ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തും ഏകദേശം ഒരു ആത്മീയമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് അതിനേക്കാൾ കൂടുതൽ ഫോക്കസിങ് ചെയ്ത് കുറച്ചും കൂടി ഊർജ്ജസ്വലമായ ഒരു കരിയറും ആയ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഇട്ട് തരികയാണ്. നിങ്ങളത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്കതിൽ സക്സസ് വരുമെന്നാണ് കാണുന്നത്. അതുപോലെ കുറേ ആളുകൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്നു. അതായത് നിങ്ങൾ എവിടെയോ നിന്ന സ്ഥലത്ത് നിങ്ങൾ പെട്ടുകിടന്നിരുന്നു. കുറേ കാലങ്ങളായിട്ട് നിങ്ങളെ ഇമോഷണലി എവിടെയോ ഏതോ രീതിയിൽ നിങ്ങൾ പെട്ടുകിടന്നിരുന്ന വ്യക്തികൾക്ക് ഇനി മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിക്കുന്നുവെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികന്മാരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുവെന്നും അവർ നിങ്ങൾക്കിനി വഴി കാണിച്ചു തരുന്നു. നിങ്ങളുടെ ആ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരുടെ നമ്മുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ അതായത് നിങ്ങൾ പൂർണ്ണമായും ഏതൊരു സാഹചര്യത്തിലാണോ പെട്ടുകിടന്നത് ഇമോഷണലി നിങ്ങളെ ഒരു വ്യക്തി ചിലപ്പോൾ തളർത്തി കളഞ്ഞതാവാം, നിങ്ങളെ ചിലപ്പോൾ മിസ്യൂസ് ചെയ്തുകൊണ്ടേയിരുന്ന് കാണാം. ഇമോഷണലി നിങ്ങളെ ആരൊക്കെയോ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ നിങ്ങളെ തകർത്ത് കളയുകയോ നിങ്ങൾ ഒരുപാട് വേദനയും ദുഃഖവും നിരാശയും അനുഭവിച്ച ആ ഒരു സാഹചര്യം ഇമോഷൻ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് തിരിച്ച് നിങ്ങൾക്ക് നെഗറ്റീവായ സാഹചര്യങ്ങളാണ് ലഭിച്ചതെന്ന് കാണുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ പിതൃക്കൾ സഹായിച്ച് നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും ഹീല് ചെയ്ത് നല്ല പവർഫുള്ളായ ഒരു വ്യക്തിയായി തീരാൻ നിങ്ങൾ പോകുന്നു. നിങ്ങൾ ആ ഒരു സാഹചര്യം ഉപേക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ ഫോക്കസ് ചെയ്യാം. ചെറിയ നെഗറ്റിവിറ്റിയും ചെറിയൊരു ഹീലിംഗ് ആവേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിനി ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നും നിങ്ങൾ അത്രത്തോളം പവർഫുള്ളായ ഒരു ഡിവൈൻ അതായത് പിതൃക്കൾ എന്ന് പറയുന്ന ഒരു ഡിവൈൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതെന്നും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വ്യക്തികൾ കരിയർ സംബന്ധമായ ഒരു ഫീൽഡിൽ മത്സരിക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ള വളരെ മോശമായ അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കൽ എന്ന ചിന്തയോട് കൂടിയുള്ള വ്യക്തികളോടൊത്താണ് നിങ്ങളുടെ ജോബ് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. കരിയർ ഫീൽഡിൽ വളരെ സ്ട്രഗിളിങ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അതായത് നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളവെടുപ്പ് നിങ്ങളെ വെച്ച് അവർ വിളവെടുക്കുന്നു എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ പണത്തിനോട് സാമ്പത്തികമായ കാര്യത്തിനോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളോടൊത്ത് അതായത് വളരെ നെഗറ്റീവായ ഒരു മനസാക്ഷി കുത്തില്ലാത്ത ധാർഷ്ട്യം അഹങ്കാരവും ഒക്കെ മാത്രമുള്ള വ്യക്തികളോടൊത്ത് നിങ്ങൾ സഹകരിച്ചു പോകുന്നതായിട്ട് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ശരിക്കും മാനസികമായി വളരെ ബുദ്ധിമുട്ടോടുകൂടി അനുഭവിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ ശരിക്കും ഉൾവലിഞ്ഞും ഒറ്റപ്പെട്ടും നിരാശയോടും കൂടിയാണ് നിൽക്കുന്നതെന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. രാത്രികളിൽ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഉറക്കം നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെയും എന്ത് ചെയ്യണമെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെയും അതായത് ആ ഒരു സംഭവത്തെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല എന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെ അധികം ഡിപ്രഷൻ ആയിട്ട് നിൽക്കുന്ന ശാരീരികമായും മാനസികമായും ഒരു തളർച്ചയിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എടുക്കും.
തീർച്ചയായിട്ടും വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്വിക്ക് ആക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എടുക്കാൻ പോകുന്നത്. കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞു, നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ അവസ്ഥയും യൂണിവേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിധി ഉണ്ടാകും നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളോട് മോശമായി പെരുമാറിയ വ്യക്തിക്ക് അതേ ത്രാസിൽ തന്നെ ആ ഒരു കാര്യം തൂക്കപ്പെടും, അല്ലെങ്കിൽ അതേ അളവിൽ തന്നെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ ഒരു സാഹചര്യം വന്നെത്തുമെന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പവർഫുള്ളാവുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുക, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ വെളിപ്പെടുത്താതെ, നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്താതെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുവോ അത് സക്സസ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യാവുള്ളൂ എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കിനി വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നു. അത് നിങ്ങൾ ആരോടും പറയാതെ അത് പൂർണ്ണതയിൽ എത്തുന്നത് വരെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതെ നിങ്ങളത് എന്ത് ചെയ്യുക, രഹസ്യമാക്കി തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത് പോലെയും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു അറിവിനെ നിങ്ങൾ യൂസ് ആക്കുക. അതുപോലെ തന്നെ വളരെയധികം പ്രെയറും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കുക. ആത്മീയമായ, അതായത് ചക്ര മെഡിറ്റേഷൻസുകൾ, സാധാ മെഡിറ്റേഷൻസുകൾ, ഇങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങൾ എത്രത്തോളം ഡൗൺ ആയി നിന്നോ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കി യാത്ര തുടരുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. പരാജയമല്ല, നിങ്ങൾക്ക് ഇരിക്കുന്നത് വിജയമാണ്. കാരണം ഓരോ സ്ട്രഗിളിങ്ങും ഓരോ രീതിയിലെ തടസ്സങ്ങളും ഓരോ രീതിയിലെ ശത്രുക്കൾ പോലും നമ്മൾക്ക് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. മിത്രത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും പഠിക്കാൻ സാധിക്കില്ല, ശത്രുവിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരേ പാഠങ്ങളാണ്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്ന് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കുകയാണ്. കുറേ ആളുകൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നു. അതായത് നിങ്ങൾ അഥവാ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കോളിങ്, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു ഇന്നത്തെ ദിവസം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ബാലൻസ് ഒക്കെ തെറ്റി നിങ്ങൾ വളരെയധികം മാനസികമായി തകർന്നിരുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ബാലൻസ് വരുന്നു. അതായത് നിങ്ങൾക്ക് രണ്ട് സാഹചര്യത്തെയും, പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഒരുപോലെ കണക്റ്റാക്കി നിങ്ങൾക്ക് വളരെയധികം, അതായത് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു ഹെൽപ്പും സഹായവും നിങ്ങളിലുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച്, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അതിൻ്റെ പിന്നാലെ അലഞ്ഞ വ്യക്തികളായിരിക്കും. ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും ചിലപ്പോൾ അവരൊന്ന് കാണാനോ അവരുടെ സൗണ്ട് ഒന്ന് കേൾക്കാനോ ഒക്കെ നിങ്ങൾ ഒരുപാട് കുതിച്ച് അവരുടെ പിന്നാലെ കുതിച്ച് പാഞ്ഞ ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളിലേക്ക് വരുന്നു, അതൊരു ബാലൻസിലേക്ക് വരുന്നു, നിങ്ങൾക്ക് വളരെ സന്തോഷമായൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു പ്രഷ്യസായ ഒരു സമൃദ്ധിയും സന്തോഷവും ഒരു മദറിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി വരുന്നു. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് അനുഭവിച്ച ഒരു സ്നേഹം, കെയറിങ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പാസ്റ്റിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നതായിരിക്കാം. ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു പോകാൻ പറ്റാത്ത, ചിലപ്പോൾ ഒരു അമ്മയുടെ അതേ ഒരു സാന്നിധ്യം, ഒരു കെയറിങ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നത് മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അനുഭവിക്കാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്കിന്നൊരു ഓർമ്മ പോലെ, ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത ഒരു ഓർമ്മ പോലെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ കുറേ വ്യക്തികൾക്ക് ഇന്ന് പുതിയ തുടക്കമാണ്. ഞാൻ പറഞ്ഞതുപോലെ കരിയർ സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങളുടെ ഒരു പാസ്റ്റിലെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായാലും ഒരു ഇമോഷണലി
നിങ്ങൾക്കൊരു പുതിയ തുടക്കം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നിങ്ങൾക്ക് ആരോടും അതായത് സാമ്പത്തികമായൊരു ഭദ്രത കൂടി നിങ്ങൾക്ക് വരുന്നു എന്നാണ്. വളരെ പുതിയൊരു തുടക്കം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മാത്രമല്ല, അത് ശക്തമായ ഇമോഷനോട് കൂടിയാണ് വരുന്നത്. ഒരു പുതിയ ആകർഷണം, അല്ലെങ്കിൽ ഒരു അനുഭവിക്കുക, അല്ലെങ്കിൽ സ്വന്തമാക്കുക എന്നൊക്കെയുള്ള ആ ഒരു ഫീലോട് കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഒരു സമൃദ്ധിയും സന്തോഷവുമാണ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം, ഈ ഒരു ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സാമ്പത്തിക ഭദ്രതയായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പഴയ കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പാസ്റ്റിൽ നിന്ന് കടന്നു വരുന്നുണ്ട് കേട്ടോ. ആരിൽ നിന്നൊക്കെയോ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നേടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പാസ്റ്റിൽ എന്തോ ഒരു സാഹചര്യത്തിൽ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റു പറ്റിപ്പോയി കാണാം. പാസ്റ്റിൽ ആരോടെങ്കിലും സംസാരിച്ചതിലോ അല്ലെങ്കിൽ ഇടപെട്ടതിലോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഇമോഷണലി ശരിക്കും ചേർത്ത് പിടിക്കേണ്ട ഒരു വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ മാനസികമായി ഒന്ന് തകർക്കുകയോ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ വിജയമൊക്കെ നേടിയെടുത്തെങ്കിൽ ആരുടെയൊക്കെ ഒരു മധ്യസ്ഥതയും ഉപദേശവും തിരുത്തലിലൂടെയൊക്കെ നിങ്ങൾക്ക് അതൊരു മൈൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പോവണ്ടായിരുന്നു, അത് അങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷനിൽ ചെന്ന് ചാടരുതായിരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇച്ചിരി നെഗറ്റീവായ സാഹചര്യങ്ങൾ നൽകി കാണും. അതുപോലെ ആരെങ്കിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തീരുമാനിച്ച ആ ഒരു ബന്ധത്തെ കുറിച്ചോർത്ത് ആ ഒരു ബന്ധം നിങ്ങൾക്ക് അനുയോജ്യമല്ല, അപ്പം തോന്നിയ ഒരു ഇമോഷണലി അതിനെ വളരെ പോസിറ്റീവായി കണ്ടുവെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു മൈൻഡ് കോൺഫ്ലിക്റ്റ്, ചില ബന്ധങ്ങളിൽ ചെന്ന് ചാടിയത്, നെഗറ്റീവായ ബന്ധത്തിൽ പോയി ചാടിയതിനെക്കുറിച്ച് ഓർത്ത് മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. കാരണം ആരൊക്കെയോ ആ സാഹചര്യം തെറ്റാണെന്നും അത് മോശമായൊരു വശമാണെന്നും നിങ്ങൾക്ക് പറ്റിയ അനുയോജ്യമായതല്ല എന്നൊക്കെയുള്ള ഒരു ഉപദേശം നൽകിയതിൻ്റെ പുറത്തും നിങ്ങൾക്ക് ചെറിയൊരു മാനസികമായൊരു എന്താ പറയുക, ഒരു ജലസി, അതല്ലെങ്കിൽ ഒരു നാണക്കേട്, മോശമായ ഒരു സാഹചര്യത്തിൽ പോയി പെട്ടതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, മൈൻഡ് കോൺഫ്ലിക്റ്റ്. അതൊക്കെ വിട്ടുകളയുക. ലൈഫിൽ നമുക്ക് ചില സാഹചര്യങ്ങൾ വരികയും അതിനെയൊക്കെ നേരിട്ടൊക്കെ പോകണം. പലരും പലതും പറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ ആ ഒരു സമയങ്ങളിൽ സംഭവിക്കുന്നതാണെന്നും അതിന് നമ്മൾ എത്ര തടഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യുമെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് വളരെയധികം ഇമോഷണലി നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനുമായിട്ട് നിങ്ങളൊരു കണ്ടുമുട്ടൽ, ഒരു യാത്രയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങളിന്ന് കണ്ടുമുട്ടുന്നു. പുതിയൊരു ബന്ധം, ഒരു പ്രണയം, അല്ലെങ്കിൽ ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. അതൊരു യാത്രയിലൂടെയാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ കാണുന്നത്. ചിലപ്പോൾ വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരുന്ന ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് അങ്ങനെയുള്ളൊരു യാത്രയിൽ കണ്ടുമുട്ടിയതാവാം. എന്താണേലും ഇന്ന് കുറേ വ്യക്തികൾ തൻ്റെ സോൾമേറ്റിനെ കാണുകയും അവരുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് ലൈഫിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതൊരു ഹാർട്ട് ബ്രേക്കിങ്ങിലേക്ക് എത്തിച്ചേരുന്ന ബന്ധമാണെന്നും മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ക്രിസ്റ്റാണ് കേട്ടോ. അതായത് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവൻ. അപ്പം യൂണിക്കോൺ നിരുപരാധികമായും സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും, നമ്മളിന്ന് പറഞ്ഞു കുറേ വ്യക്തികളെ നിങ്ങളിന്ന് കണ്ടുമുട്ടുമെന്ന്, നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജും സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരോടും വിധിയില്ലാതെ ശുദ്ധമായ സ്നേഹം കൊടുക്കുവാനാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്കായിട്ട് സ്വർഗത്തിലെ വാതിൽ തുറന്നിരിക്കുന്നു. മുമ്പിൽ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഉരുവിടുക, ഞാൻ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുന്നു എന്ന്. അതായത് എല്ലാവരെയും സ്നേഹിക്കാനാണ് പറയുന്നത്. ശത്രുവിനെയും മിത്രത്തെയും സ്നേഹിക്കുക. അതുപോലെ
ഫ്ലൈറ്റ്, അതായത് പറക്കൽ. നിങ്ങളുടെ സൃഷ്ടിപരമായ ഭാവനയെ പറക്കാൻ അനുവദിക്കുക. വായുവിൽ കോട്ടകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുക. തുടർന്ന് നിങ്ങളുടെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ യൂണിക്കോണുകളോട് സഹായം ആവശ്യപ്പെടുക. യൂണിക്കോണിൻ്റെ സഹായത്തോടെ നിങ്ങൾ ആഗ്രഹത്തിലും കൂടുതൽ നേടാൻ കഴിയും. അപ്പം നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുക, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കുക, എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുക. അവിടെ തന്നെ നമ്മൾക്ക് വിജയം സുനിശ്ചിതമാണ്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.